നമസ്കാരം. പൊതുഖജനാവിലെ പണമെടുത്ത ദൂർത്തടിക്കുന്നത് മാത്രമല്ല, ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ അടക്കം കളിയാക്കുന്ന തരത്തിലേക്കാണ് ഭരണാധികാരികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത് സർക്കാർ. നമുക്കറിയാം, 2 ആഴ്ചകൾക്ക് മുമ്പാണ് PV അൻവർ MLA, അതായത് ഭരണപക്ഷത്തുള്ള ഒരു MLA, സ്വന്തം മുഖ്യമന്ത്രിക്കെതിരെയും സ്വന്തം പാർട്ടിക്കെതിരെയും അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടാകുമെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു വലിയ വിവാദമുണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. അതായത് ADGPക്കെതിരെ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. ഇതോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ വലഞ്ഞത് മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തരത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ ആഭ്യന്തരം ഒന്നും അറിയുന്നില്ല, മുഖ്യമന്ത്രി ഒന്നും അറിയുന്നില്ല, മറ്റു ചിലരാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന തരത്തിൽ PV അൻവർ ആരോപണം ഉന്നയിച്ചപ്പോൾ, വിമർശനം ഉന്നയിച്ചപ്പോൾ അത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചത് ADGPയുടെ പ്രവർത്തനവും അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്ന ആരോപണവും അദ്ദേഹത്തിന് വേണ്ടി മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടുകളും ഒക്കെയാണ്. ഇങ്ങനെയുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നതിനിടെയാണ് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ അടക്കം കബളിപ്പിക്കുന്ന തരത്തിലാണ് ഇവിടെ ADGPയും ADGPയെ സപ്പോർട്ട് ചെയ്യുന്ന പലരും പ്രവർത്തിക്കുന്നത് എന്നത് വ്യക്തമാകുന്നത്. അതായത് നമുക്കറിയാം, ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് കൊല്ലത്ത് ഓയൂരിൽ ഒരു 6 വയസ്സുകാരി പെൺകുട്ടിയെ കാണാതാക്കുന്നത്. അതായത് അവരെ 10 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് ഒരു കുടുംബം, ഒരച്ഛനും അമ്മയും മകളും ഉൾപ്പെടുന്ന ഒരു കുടുംബം തട്ടിക്കൊണ്ടുപോയി എന്നതായിരുന്നു റിപ്പോർട്ട്. അന്ന് ആ കുഞ്ഞിനെ കാണാതായപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ പ്രാർത്ഥിച്ചു. 24 മണിക്കൂറിന്റെ പരിശ്രമത്തിനൊടുവിൽ ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. മാധ്യമങ്ങളുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് തന്നെ പേടിച്ച് തന്നെയായിരിക്കണം ആ തട്ടിക്കൊണ്ടുപോയവരെ തിരിച്ച് കുഞ്ഞിനെ ഏൽപ്പിച്ചത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞിരുന്നു ഈ തട്ടിക്കൊണ്ടുപോയവരിൽ 4 പേരുണ്ടായിരുന്നു എന്നും. പക്ഷെ അന്ന് ADGP പറഞ്ഞ നിലപാട് മറ്റൊന്നായിരുന്നു. അതായത് 4 പേരുണ്ട് എന്നത് കുട്ടിക്ക് തോന്നിയതാകാം. അതായത് ഈ തട്ടിക്കൊണ്ടുപോയ കുട്ടിയുടെ സഹോദരൻ നൽകിയ മൊഴി അത് അയാൾക്ക്, ആ കുഞ്ഞിന് തോന്നിയതായിരിക്കാം. ശരിക്കും ആ ഒരു കേസിൽ 3 പേർ മാത്രമേ ഉള്ളൂ എന്ന് ADGP വരുത്തി തീർക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇപ്പോൾ ADGPക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിനിടയിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണമായി വരുന്നത് ഓയൂരിലെ കേസിൽ ADGPക്ക് എന്തോ ഒരു പങ്ക് ഉണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെ ഈ ഓയൂർ കേസ് വീണ്ടും അന്വേഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നു, വീണ്ടും അന്വേഷിക്കാനുള്ള നിർദ്ദേശങ്ങൾ വരുന്നു. പക്ഷേ ആ കേസ് ഇനിയും അന്വേഷിക്കേണ്ട എന്നുള്ള നിലപാടിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നു. അല്ലെങ്കിൽ അന്വേഷണം ഇനി വേണോ എന്നുള്ള ഒരു തരത്തിലുള്ള ചോദ്യം, അതായത് അന്വേഷണം വേണമെന്നുള്ള ആവശ്യത്തിൽ മുഖ്യമന്ത്രിക്ക് നീരസമാണ് എന്നതാണ് വിവരം. എന്തിനാണ് മുഖ്യമന്ത്രിയും ADGPയും ഒക്കെ ഇത്തരത്തിൽ പല ന്യായങ്ങൾ കണ്ടെത്തേണ്ടുന്ന കാര്യങ്ങളിലും മൗനം തുടരുന്നത് എന്നതൊരു ചോദ്യമാണ്. അപ്പോൾ അവിടെ തെറ്റുകാർ ഉണ്ട് എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എന്തായാലും ഓയൂരിൽ നിന്നും 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ പ്രമാദമായിട്ടുള്ള കേസിൽ കോടതി തുടരന്വേഷണം ആവശ്യപ്പെട്ടു എന്നറിഞ്ഞതോടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ നീരസം പ്രകടിപ്പിച്ചു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ക്ലിഫ് ഹൗസിൽ DGPയുമായി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി തുടരന്വേഷണത്തിൽ എതിർപ്പ് അറിയിച്ചത് എന്നതാണ് വിവരം. ADGP അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് തുടരന്വേഷണത്തിന് കൊല്ലം SP തീരുമാനമെടുത്തിരിക്കുന്നത്. ADGP അന്വേഷണം അട്ടിമറിച്ചു എന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് തുടരന്വേഷണം വേണമെന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു തരത്തിലുള്ള ക്യാപ്സ്യൂളായും നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും തുടരന്വേഷണം ഉണ്ടായാൽ 2 പ്രതികൾ ജാമ്യം ലഭിക്കാനിടയാകുമെന്നും തുടരന്വേഷണ അപേക്ഷ പിൻവലിക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമെടുക്കുമെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. 2023 നവംബറിലാണ് ഓയൂരിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. 6 വയസ്സുകാരിയെ ഒരു കുടുംബം തട്ടിക്കൊണ്ടുപോകുന്നു. പോലീസ് തെരച്ചിൽ ശക്തമാക്കിയതോടെ ഒരു ദിവസത്തിന് ശേഷം പ്രതികൾ കുട്ടിയെ കൊല്ലത്തെ ആശ്രാമ മൈതാനത്തിൽ എത്തിച്ച് അവിടെ നിന്ന് കടന്നുകളയുകയായിരുന്നു. ചാത്തന്നൂർ സ്വദേശി പത്മകുമാർ, ഭാര്യ അനിതാകുമാരി, മകൾ അനുപമ എന്നിവരാണ് കേസിലെ പ്രതികളായിട്ടുള്ളത്. 3 പേരും റിമാൻഡിലാണ്. പിന്നീട് അനുപമയ്ക്ക് വിദ്യാഭ്യാസത്തിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ജാമ്യം നൽകി. അങ്ങനെ ആ കേസിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് ഇപ്പോൾ തുടർ അന്വേഷണം ആവശ്യപ്പെട്ട പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിൽ 4മതൊരാൾ കൂടെയുണ്ട് എന്ന അച്ഛന്റെ, അതായത് കുട്ടിയുടെ അച്ഛന്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം. അതായത് അൻവർ ADGP പോര് ശക്തമായതിന് പിന്നാലെയാണ് കുട്ടിയുടെ അച്ഛൻ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് വീണ്ടും രംഗത്തേക്ക് എത്തിയത്. അങ്ങനെ ഒരു ആരോപണം ഉണ്ടായതോടുകൂടിയാണ് താൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി പോലീസ് കോടതിയിൽ ഇങ്ങനെ ഒരു തുടരന്വേഷണം വേണമെന്നുള്ള നിർദ്ദേശം നൽകിയത് എന്നൊക്കെയാണ് വിവരം. അതായത് എന്തായാലും ഈ അച്ഛൻ പറയുന്നത് പ്രകാരം അന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ തിരിമറികൾ ഉണ്ടായി, അല്ലെങ്കിൽ പോലീസ് ഈ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്ന തരത്തിൽ സംശയമുണ്ടായിരുന്നു എന്നും. പക്ഷേ കുട്ടിയെ കണ്ടെത്തണം എന്നത് ആ കുടുംബത്തിന്റെ ആവശ്യമായതുകൊണ്ട് തന്നെ അച്ഛനും അതുപോലെയുള്ള അവരുടെ ബന്ധുക്കളും ഒന്നും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. പിന്നീട് അത് എവിടെ പറയണമെന്നുള്ള ഒരു സംശയമുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ അച്ഛൻ
പ്രതികരിക്കാതിരുന്നത്. പക്ഷേ ADGPക്കെതിരെ ഇത്തരം രൂക്ഷമായിട്ടുള്ള വിമർശനം മുഖ്യമന്ത്രിയുടെ കൂടെയുള്ളവർ എന്ന് പറയുന്ന ഇടത് MLA ആയിട്ടുള്ള PV അൻവർ ആരോപണം ഉന്നയിച്ചതോടെ അച്ഛന് ഒരു ധൈര്യം വരുന്നു. ആ കുട്ടിയുടെ അച്ഛൻ പ്രതികരിക്കുന്നു. ADGP തന്റെ മകളെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നാലാമതൊരാളെ സഹായിച്ചു, അല്ലെങ്കിൽ നാലാമതൊരാളുണ്ട് എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് കാര്യമായി എടുത്തില്ല എന്ന തരത്തിലുള്ള സംശയങ്ങൾ ഉയരുകയാണ്. ഇങ്ങനെ ഒരു സംഭവം ഉയരുന്നതിന് പിന്നാലെ അന്വേഷണത്തിന് സർക്കാർ നിർബന്ധിക്കപ്പെടുന്നു എന്നുള്ള രീതിയിലേക്കാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്തായാലും ADGP അൻവർ പോര് പല വഴിത്തിരിവുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളിലേക്കുമാണ് എത്തുന്നത്. ആദ്യമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുള്ള പല റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പ്രധാനമായിട്ടും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് കടമെടുത്തു, അല്ലെങ്കിൽ അനാവശ്യമായി ദൂർത്തിനു വേണ്ടി പൊതുഖജനാവിൽ നിന്ന് പണമെടുത്തു, ഇതുപോലുള്ള നിരവധി ആരോപണങ്ങളൊക്കെ തന്നെയായിരുന്നു വന്നിരുന്നത്. ലാബ് ലൈൻ കേസ് പോലുള്ള മറ്റു കേസുകളൊക്കെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുണ്ട്. പക്ഷേ ഇപ്പോ ഈ ADGPയെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ എടുക്കുമ്പോൾ അതെന്തിനാണ് എന്നൊരു ചോദ്യം ജനങ്ങളിൽ ശക്തമാകുകയാണ്.